IAS ഉദ്യോഗസ്ഥരിൽ എക്കാലത്തും രണ്ട് തരം ഉദ്യോഗസ്ഥരുണ്ടായിട്ടുണ്ട്. ഒന്ന്, സർക്കാരിനു വേണ്ടി അവരുടെ നയങ്ങളെ നടപ്പാക്കുന്നതിനായി എല്ലാം മറന്ന് പ്രവർത്തിക്കുന്നവർ. അത്തരക്കാർക്ക് എക്കാലത്തും സർക്കാരുമായി ബന്ധപ്പെട്ട മികച്ച കസേരകൾ ലഭിക്കാറുമുണ്ട്. വിരമിച്ച ശേഷവും സർക്കാർ അവരെ കൈവിടാതെ ഏതെങ്കിലും സ്ഥാനങ്ങളിൽ തുടരുവാൻ അനുവദിക്കുകയോ അവർക്ക് വേണ്ടി പുതിയ സ്ഥാനങ്ങൾ ഉണ്ടാക്കി അതിൽ അവരോധിക്കുകയോ ചെയ്യും. എന്നാൽ മറ്റൊരു വിഭാഗമുണ്ട്, നേരെ തിരിച്ചാണ്. സർക്കാർ നയം എന്തായാലും നിയമവും ചട്ടവും മാത്രം നോക്കുന്നവർ. അവർ പലപ്പോഴും സർക്കാരിന്റെ കണ്ണിലെ കരടാവുകയാണ് പതിവ്. സർക്കാരുമായി നിരന്തരം സംഘർഷത്തിൽ ഏർപ്പെടുന്ന അത്തരക്കാരെ ഏതെങ്കിലും അപ്രസക്തമായ കസേരകളിൽ തളച്ചിടുന്നതും കാണാം. ചിലർ പക്ഷേ ആ തളച്ചിട്ട സ്ഥലത്ത് നിന്നും സർക്കാരിന് തലവേദന ഉണ്ടാക്കാറുണ്ട്. ഇത് പറയുമ്പോൾ രണ്ട് വിഭാഗത്തിൽപ്പെട്ട പല ഉദ്യോഗസ്ഥരുടെയും പേരുകൾ നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞിട്ടുണ്ടാകാം. ജേക്കബ് തോമസ്, ലോക്നാഥ് ബെഹ്റ, കെ ജയകുമാർ, പ്രശാന്ത്, അങ്ങനെ. ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് രണ്ടാമത് പറഞ്ഞ ഗണത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലെ ചില കാര്യങ്ങളാണ്. ബി അശോക് IAS. പലപ്പോഴും സർക്കാർ തീരുമാനങ്ങളെ പരസ്യമായും കോടതിയിലും എതിർത്ത അദ്ദേഹം ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി കെ ജയകുമാറിനെ നിയമിച്ചതിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ അഭിമുഖം നൽകിയിട്ടുള്ളതും. തന്റെ കരിയറിലെ ആദ്യത്തെ കേസായ 2011 ഒരു കേസിനെ കുറിച്ച് സംസാരിച്ചാണ് അദ്ദേഹം തുടങ്ങിയത്. അന്ന് വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലർ ആയിരുന്ന അശോകിന്റെ നിയമനം സർക്കാർ തന്നെ റദ്ദാക്കിയതിനെ തുടർന്ന് അദ്ദേഹം കോടതിയിൽ പോവുകയും സർക്കാരിന്റെ ഉത്തരവ് കോടതി റദ്ദാക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, വൈസ് ചാൻസലർ നിയമനത്തിൽ ഈ ബി അശോക് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന വിധി ഒരു മാതൃക വിധിയായി ഇപ്പോഴും കോടതികളിൽ റെഫർ ചെയ്യാറുണ്ടെന്നും അദ്ദേഹം പറയുന്നു. ഇപ്പോൾ ആകെ എത്ര കേസ് നടത്തുന്നുണ്ട് എന്നതിന്റെ ചോദ്യത്തിന് എണ്ണം കൃത്യമായിട്ട് പറയണമെങ്കിൽ ഡയറി നോക്കേണ്ടി വരും. അത്രയധികം ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, താൻ ഇതുവരെ നൽകിയിട്ടുള്ള കേസുകളിലെല്ലാം തന്നെത്താൻ ജയിച്ചിട്ടേ ഉള്ളൂ എന്നും കൃത്യമായ മെറിറ്റ് ബോധ്യമാവാത്ത കേസുകൾ ഒന്നും തന്നെ കോടതിയിലേക്ക് കൊണ്ടുപോകാറില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. തുടർന്ന് അദ്ദേഹം ഇപ്പോഴത്തെ വിവാദമായ കെ ജയകുമാർ വിഷയത്തിനെ കുറിച്ച് വിശദീകരിക്കുകയാണ്. കേവലമായിട്ട് ജയകുമാറിനെ ശല്യം ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടിയോ അല്ല ഈ കേസ് എന്നാണ് അശോക് പറയുന്നത്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ യോഗ്യതയില്ലാത്ത ഒരാൾ അവിടെ കയറി അടുത്ത 2 കൊല്ലം എടുക്കാൻ പോകുന്ന എല്ലാ തീരുമാനങ്ങളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ഈശ്വര വിശ്വാസികൾക്കും അയ്യപ്പ ക്ഷേത്രം അടക്കമുള്ള സ്ഥാപനങ്ങൾക്കും അപഹാര്യമായ നഷ്ടമുണ്ടാക്കും. അതുകൊണ്ടാണ് ആ കേസ് ഫയൽ ചെയ്തതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. എന്താണ് ആ അയോഗ്യ എന്നതിനെ കുറിച്ചും അശോക് വ്യക്തമാക്കുന്നുണ്ട്. ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുന്നതും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും മെമ്പർമാരും കാറിൽ സഞ്ചരിക്കുന്നതുമെല്ലാം നികുതി പണം ഉപയോഗിച്ചല്ല, മറിച്ച് ഭക്തർ കാണിക്കയിടുന്ന പണം ഉപയോഗിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഭരണകൂടത്തിന് ദേവസ്വം ബോർഡിന്മേൽ യാതൊരു നിയന്ത്രണവും ഉണ്ടാകരുത് എന്നതുകൊണ്ടാണ് സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടവർ ബോർഡിൽ അംഗമാകരുതെന്ന് നിയമമുള്ളത്. ഈ നിയമം കേരള സംസ്ഥാനം ഉണ്ടാകുന്നതിന് മുൻപേ ഉള്ള നിയമമാണ്. അതുപ്രകാരം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോ MLAക്കോ MP ക്കോ പഞ്ചായത്ത് അംഗങ്ങൾക്കോ മെമ്പർമാരാകുവാൻ പറ്റില്ല. പബ്ലിക് സർവന്റിനെ ദേവസ്വം ബോർഡിൽ വെക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ഈ ദേവസ്വം ബോർഡ് ഗവൺമെന്റിന്റെ സ്വാധീനത്തിൽ അമരരുത് എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ്. അതിന് വിപരീതമായാണ് കെ ജയകുമാറിന്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അദ്ദേഹം 2012 സർവീസിൽ നിന്നും വിരമിച്ചുവെങ്കിലും ഇപ്പോഴും സർക്കാർ ശമ്പളം പറ്റുന്ന പോസ്റ്റിൽ ജോലി ചെയ്യുകയാണ്, IMG ഡയറക്ടർ എന്ന നിലയിൽ. ആ പോസ്റ്റിൽ അദ്ദേഹത്തെ വെച്ചതിലും കോടതിയിൽ മറ്റൊരു കേസ് നടക്കുന്നുണ്ട്. നിലവിൽ സർക്കാർ ശമ്പളം പറ്റുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം നിയമപ്രകാരം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുവാൻ അയോഗ്യനാണ്. അദ്ദേഹത്തെ അയോഗ്യനായി പ്രഖ്യാപിച്ച് പുറത്താക്കണം എന്നതാണ് ഇപ്പോഴത്തെ കേസ്. ഇപ്പോൾ IMG പദവി രാജിവെച്ചുകൊണ്ട് അയോഗ്യത ഇല്ലാതാവില്ലെന്നും അശോക് വ്യക്തമാക്കി. കാരണം ഒരു ദിവസം ജയകുമാർ പ്രസിഡന്റ് ആയിരുന്നത് അയോഗ്യത ഉള്ളപ്പോഴാണ്. പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ജയകുമാർ അയോഗ്യനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ആ സ്ഥാനത്തിരുന്ന് ഇത്രനാൾ ചെയ്തതെല്ലാം നിയമവിരുദ്ധമാണെന്നും അശോക് വ്യക്തമാക്കുന്നുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കെ തന്നെ സർക്കാർ നയങ്ങൾക്കെതിരെ പറയുന്നതും കേസിന് പോകുന്നതും നിയമവിരുദ്ധമല്ലേ എന്ന ചോദ്യത്തിനും അശോക് വ്യക്തമായിട്ട് മറുപടി നൽകുന്നുണ്ട്. സർക്കാർ എന്നത് സാധാരണ കരുതുന്ന പോലെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ മാത്രമല്ല, ലെജിസ്ലേറ്റീവ് ഒരു ഭാഗം മാത്രമാണ്. എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും സർക്കാരിന്റെ ഭാഗം തന്നെയാണ്. കോടതികളിൽ സർക്കാരിനെതിരെ എത്ര വിധികൾ വരുന്നു. സർക്കാർ പോളിസികളെ റദ്ദാക്കുന്നു. അതുകൊണ്ട് നയങ്ങൾക്കെതിരെ നിയമപരമായ സംവിധാനങ്ങളിൽ പോകുന്നത് തെറ്റാണെന്നത് ഒരു തെറ്റിദ്ധാരണയാണെന്ന് അശോക് പറയുന്നു.
ചിലർ പറയുന്നത് പോലെ ദേവസ്വം മന്ത്രിക്ക് കീഴിലാക്കണം ദേവസ്വം ബോർഡ് എന്ന് ചിലർ പറയുന്നതും തെറ്റാണെന്നാണ് അശോക് പറയുന്നത്. ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്ത് ചുമതല ഏൽക്കുന്ന ഒരു സർക്കുലർ മിനിസ്റ്റർക്ക് ഒരു ആരാധനാലയത്തിന്റെ ചുമതല ഫോർമലി നിർവഹിക്കുവാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ 3 മെമ്പേഴ്സ് ഉള്ള ഒരു ഭരണ ക്രമീകരണം ഇതിന് പ്രത്യേകം ഉണ്ടാക്കുന്നത്. സ്റ്റേറ്റ് പോളിസി എത്ര ഉണ്ടാക്കിയാലും ക്ഷേത്ര ഭരണവുമായി ബന്ധപ്പെട്ട് നേരിട്ട് ഒരു ഗവൺമെന്റ് ഓർഡർ ഇറക്കാൻ നിയമപരമായി കഴിയില്ല എന്നും അശോക് വ്യക്തമാക്കുന്നു. കൂടാതെ കെ ജയകുമാറിന്റെ വിരമിക്കലിന് ശേഷം ഉണ്ടായിട്ടുള്ള മുൻ നിയമനങ്ങളെക്കുറിച്ചും അദ്ദേഹം ചോദ്യം ചെയ്യുന്നുണ്ട്. കെ ജയകുമാർ നല്ല വ്യക്തിയാണെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ നിയമത്തിന് മുന്നിൽ നല്ല വ്യക്തി എന്നതല്ല, യോഗ്യനായ വ്യക്തി എന്നത് മാത്രമാണ് പ്രസക്തമെന്ന് അശോക് പറയുന്നു. 2012 ഒക്ടോബറിൽ വിരമിച്ച ജയകുമാറിന് 13 വർഷങ്ങളായി നൽകിയിട്ടുള്ളതെല്ലാം അനധികൃത നിയമനങ്ങളാണെന്നും അശോക് ഈ അഭിമുഖത്തിൽ ആരോപിക്കുന്നുണ്ട്. മലയാള സർവകലാശാല വൈസ് ചാൻസലറായി നിയമിക്കുമ്പോൾ അങ്ങനെ നിയമിക്കപ്പെടുവാനുള്ള നിയമപരമായ യോഗ്യത അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. 2010 UGC സർക്കുലേഷൻസ് അനുസരിച്ചുള്ള യാതൊരു യോഗ്യതയും ജയകുമാറിനില്ല. അദ്ദേഹം ഒരു മണിക്കൂർ പോലും മലയാള അധ്യാപനം നടത്തിയിട്ടില്ല. മലയാളത്തിൽ ഒരു ബിരുദം പോലും അദ്ദേഹത്തിനില്ല. കുറെ സിനിമാ പാട്ട് എഴുതി എന്നതാണ് യോഗ്യതയെങ്കിൽ ബിജു തിരുമല അദ്ദേഹത്തെക്കാൾ യോഗ്യനാണ്. പക്ഷേ അതല്ല അതിന്റെ രീതി. അടുത്തതായി 2018 അദ്ദേഹത്തെ IMG ഡയറക്ടറാക്കി. യഥാർത്ഥത്തിൽ ആ പോസ്റ്റ് ഇപ്പോൾ സർവീസിലുള്ള IAS ഉദ്യോഗസ്ഥർക്ക് ലഭിക്കേണ്ടതാണ്. എന്നാൽ ജയകുമാറിനെയാണ് അവിടെ നിയമിച്ചത്. ആ നിയമന ഉത്തരവ് തന്നെ ബഹുരസമാണ്. കാലാവധി പരാമർശിക്കാതെയാണ് ആ നിയമനം. അതായത് കെ ജയകുമാറിന് മരണം വരെ ആ തസ്തികയിൽ തുടരാം. തന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രതികരണങ്ങളും നിയമ പോരാട്ടങ്ങളും കക്ഷി രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ടതല്ലെന്നും അശോക് വ്യക്തമാക്കുന്നുണ്ട്. കോൺഗ്രസ് ഭരണകാലത്തും താൻ നിരവധി നിയമ പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ളതായിട്ടും അശോക് പറഞ്ഞു. എന്തായാലും കോടതിയുടെ നടപടികൾ വേഗത്തിലുണ്ടാവുമെന്നാണ് കരുതപ്പെടുന്നത്. അശോകിനെ പോലെയും പ്രശാന്തിനെ പോലെയുള്ളവർ സർക്കാരിന് തലവേദന ഉണ്ടാക്കുന്നവരാണെങ്കിലും ഭരണരംഗത്തെ പുഴുക്കുത്തുകൾ പലപ്പോഴും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഇവരെ പോലുള്ള വിസിൽ ബ്ലോവേഴ്സ് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അവസാനമായി വിരമിച്ച IAS IPS ഉദ്യോഗസ്ഥരുടെ നിയമനത്തെ കുറിച്ച് നോക്കാം. ഇത്തരം നിയമനങ്ങൾ സംബന്ധിച്ച UA ലത്തീഫ് കേരള നിയമസഭയിൽ മുഖ്യമന്ത്രിയോട് ചോദിച്ച ഒരു ചോദ്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സർവീസിൽ നിന്ന് വിരമിച്ച എത്ര IAS അല്ലെങ്കിൽ IPS ഉദ്യോഗസ്ഥർക്കാണ് പുനർനിയമനം നൽകിയിട്ടുള്ളതെന്നും അവരുടെ പേര് വിവരവും വഹിക്കുന്ന പദവിയും ചുമതലകളടക്കമുള്ള വിശദാംശങ്ങളും നൽകാമോ? 2025 സെപ്റ്റംബർ 19 മറുപടി നൽകേണ്ട ചോദ്യമായിരുന്നു. ഇപ്പോൾ 3 മാസം ആവാറായിട്ടും ഉത്തരം ഇതാണ്. വിവരം ശേഖരിച്ചു വരുന്നു.